നമസ്കാരം. മനുഷ്യരക്തം ഊറ്റിക്കുടിച്ച് ജീവിക്കുകയും മലേറിയ, ഡെങ്കിപ്പനി തുടങ്ങിയ മാരകമായ രോഗങ്ങൾ പരത്തുകയും ചെയ്യുന്ന ഒരു ചെറിയ പ്രാണിയാണ് കൊതുക്. പെൺകൊതുകുകൾ മാത്രമാണ് മുട്ടയിടാനായി മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രക്തം കുടിക്കുന്നത്. ആൺകൊതുകുകൾ പൂക്കളുടെ തേൻ കുടിച്ചാണ് ജീവിക്കുന്നത്. ജന്തുസാമ്രാജ്യത്തിൽ കുലിസിയുടെ കുടുംബത്തിൽപ്പെടുന്നവയാണ് കൊതുക്. ലോകമെമ്പാടുമായി 3500ഓളം ഇനം കൊതുകുകളെ കണ്ടെത്തിയിട്ടുണ്ട്. ഓരോ പ്രദേശത്തെയും പ്രകൃതി, കാലാവസ്ഥ എന്നിവയ്ക്കനുസരിച്ച് 30 മുതൽ 60 വരെ ഇനം കൊതുകുകളെ കണ്ടെത്താൻ കഴിയും. എന്നാൽ ഇവയിൽ രോഗം പരത്തുവാൻ കഴിവുള്ള ഇനങ്ങൾ വിരലിലെണ്ണാവുന്നവ മാത്രമാണ്. ഈച്ച കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗം പരത്തുന്നവ കൊതുകാണ്. അനോഫിലസ് എന്ന ഇനം കൊതുകാണ് മലേറിയ പരത്തുന്നത്. പകൽ സമയത്ത് കടിക്കുന്ന കൊതുകായ ഈഡിസ് ഈജിപ്തി ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, സിക്ക, മഞ്ഞപ്പനി തുടങ്ങിയ മാരക അസുഖങ്ങൾ പരത്തുന്നവയാണ്. ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, മന്ത് തുടങ്ങിയ അസുഖങ്ങൾ പരത്തുന്നവയാണ് ക്യൂലക്സ് കൊതുകുകൾ. മുട്ട, ലാർവ, പ്യൂപ്പ, മുതിർന്ന കൊതുക് എന്നിങ്ങനെ 4 ഘട്ടങ്ങളായാണ് കൊതുകിൻ്റെ ജീവിതചക്രം. പെൺകൊതുകുകൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. മുട്ട വിരിഞ്ഞുണ്ടാകുന്നവയാണ് ലാർവ എന്ന് പറയുന്നത്. ഇവ വെള്ളത്തിലൂടെ നീന്തി നടക്കുന്നു. ലാർവകൾ വളർന്ന് പ്യൂപ്പ എന്ന അവസ്ഥയിലെത്തുന്നു. പ്യൂപ്പയിൽ നിന്നും വളർന്ന് വലുതായി മുതിർന്ന കൊതുകായി വെള്ളത്തിന് മുകളിലേക്ക് വരുന്നു. ഇതിനെല്ലാം കൂടി 7 മുതൽ 14 ദിവസത്തെ സമയം ആവശ്യമാണ്. പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകുകൾ സസ്യങ്ങളുടെ ചാറാണ് ഭക്ഷണമായി കഴിക്കുന്നത്. പെൺകൊതുകുകൾ മുട്ടയിടാനുള്ള പോഷകത്തിന് വേണ്ടി മാത്രം ഉഷ്ണരക്തമുള്ള ജീവികളുടെ രക്തം വലിച്ചു കുടിക്കുന്നു. വായുടെ സ്ഥാനത്തുള്ള നീണ്ട കുഴലാണ് ഇതിനായി ഇവ ഉപയോഗിക്കുന്നത്. ശ്വാസത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ്, ശരീരത്തിലെ താപം, വിയർപ്പിലെ രാസവസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചാണ് കൊതുകുകൾ മനുഷ്യ സാമീപ്യം അറിയുന്നത്. ഇവയുടെ സഹായത്തോടെ വളരെ ദൂരെ നിന്ന് തന്നെ കൊതുകുകൾക്ക് മനുഷ്യരെ കണ്ടെത്താൻ സാധിക്കും. മനുഷ്യർ ശ്വാസം പുറത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഏകദേശം 30 മുതൽ 50 അടി ദൂരത്ത് നിന്ന് തന്നെ ഇവയ്ക്ക് മണത്തറിയാൻ സാധിക്കും. മനുഷ്യ ശരീരത്തിൽ നിന്നുള്ള ചൂടും ഇൻഫ്രാറെഡ് വികിരണങ്ങളും കൊതുകുകൾക്ക് തിരിച്ചറിയാൻ കഴിയും. ശരീരത്തോട് അടുക്കും തോറും ഈ ചൂട് ഇവരെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നു. വിയർപ്പിലുള്ള ലാക്റ്റിക് ആസിഡ്, അമോണിയ, യൂറിക് ആസിഡ് തുടങ്ങിയവ കൊതുകുകളെ ആകർഷിക്കുന്നു. ശരീരത്തിലെ ബാക്ടീരിയകൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേകതരം ഗന്ധങ്ങൾ തിരിച്ചറിഞ്ഞാണ് കൊതുക് ആളെ തിരഞ്ഞെടുക്കുന്നത്. ശരീരം കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നവരെയും കൂടുതൽ വിയർപ്പിൻ്റെ ഗന്ധമുള്ളവരെയും കൊതുകുകൾ പെട്ടെന്ന് ആകർഷിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. വീടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കിയും വെള്ളം സംഭരിച്ചു വച്ചിരിക്കുന്ന ടാങ്കുകളും പാത്രങ്ങളും എപ്പോഴും അടച്ചു വെച്ചും കൊതുകുകൾ പെരുകുന്നത് നമുക്ക് തടയാൻ കഴിയും. പെൺകൊതുകിൻ്റെ ശരാശരി ആയുസ് 3 മുതൽ 100 ദിവസം വരെയാണ്. എന്നാൽ ആൺകൊതുകിനാകട്ടെ 10 മുതൽ 20 ദിവസം വരെ മാത്രമാണ് ആയുസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.